അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയരെ, റിയാസ് മങ്കട രചിച്ച വള്ളുവനാടൻ ദേശങ്ങളിലൂടെ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം നാളെ ഡിസംബർ 27 മങ്കട ഗവൺമെൻറ് ഹയർ സെക്കൻഡറിയിൽ വെച്ച് നടക്കുകയാണ്. വള്ളുവനാട് എന്ന നാട്ടുരാജ്യത്തിൻ്റെ ചരിത്ര, സാംസ്കാരിക, കായിക മേഖലകളും ചർച്ച ചെയ്യുന്ന ഈ ഗ്രന്ഥത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ജയ് ഹിന്ദ്. വള്ളുവനാടിൻ്റെ ചരിത്ര വഴികളെക്കുറിച്ച് ഒരു പുതിയ പുസ്തകത്തിൻ്റെ പ്രകാശനം നടക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട റിയാസ് മങ്കടയാണ് ഗ്രന്ഥകാരൻ. ഇന്നത്തെ മണ്ണാർക്കാട് താലൂക്കും ഒറ്റപ്പാലവും പട്ടാമ്പിയും പെരിന്തൽമണ്ണയും ഉൾപ്പെടുന്ന താലൂക്കുകൾ, തിരൂർ, പൊന്നാനി താലൂക്കുകളുടെ ചില പ്രദേശങ്ങൾ ഒക്കെ ഉൾക്കൊള്ളുന്നതാണ് വള്ളുവനാടിൻ്റെ ഭൂമിശാസ്ത്രപരമായ അതിരെന്ന് പറയുന്നത്. ഈ ദേശത്തിൻ്റെ ഹൃദയത്തിലൂടെ നിറഞ്ഞൊഴുകുന്നതാണ് ഭാരതപ്പുഴ, നിള. വള്ളുവനാടിൻ്റെ ചരിത്രത്തിന് ചേര സാമ്രാജ്യത്തോളം പഴക്കമുണ്ട്. ചേര സാമ്രാജ്യത്തിൻ്റെ അധീനതയിലുണ്ടായിരുന്ന വള്ളുവനാട് പിന്നീട് ആ സാമ്രാജ്യം ക്ഷയിക്കുമ്പോൾ വള്ളുവ കോനാതിരിയാണ് വള്ളുവനാടിൻ്റെ ഭരണസാരഥ്യം വഹിക്കുന്നത്. നമ്മുടെ തിരുനാവായയിലെ മാമാങ്ക മഹോത്സവത്തിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചിരുന്നത് വള്ളുവ കോനാതിരിയാണ്. പിന്നീട് സാമൂതിരിയുടെ അധീനതയിൽ വള്ളുവനാട് വരുന്നുണ്ട്. വള്ളുവ കോനാതിരിയിൽ നിന്ന് സാമൂതിരി ഏറ്റെടുത്തു. ശേഷം ടിപ്പു സുൽത്താൻ്റെ കയ്യിൽ വള്ളുവനാടിൻ്റെ ഭരണം വരുന്നുണ്ട്. ശേഷം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ പ്രദേശത്തിൻ്റെ ഭരണത്തിലേക്ക് വരികയാണ്. ചരിത്രപരമായ ഒരുപാട് കൗതുകങ്ങൾ നിറഞ്ഞ ചരിത്ര സംഭവങ്ങളുടെ ഒരു ദേശമാണ്. ആ ദേശത്തിൻ്റെ പൈതൃകമുള്ള ഒരു മണ്ണാണ് വള്ളുവനാട് എന്ന് പറയുന്നത്. തീർച്ചയായും ഈ വള്ളുവനാട് പ്രദേശത്തിൻ്റെ മനോഹരമായ ഈ ചരിത്രത്തെ, ഇന്നലകളെ, വള്ളുവനാടിൻ്റെ ആസ്ഥാനമായി ഉണ്ടായിരുന്നത് നമ്മുടെ അങ്ങാടിപ്പുറമായിരുന്നു. ഇന്നത്തെ അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് പരദേവത, വള്ളുവ കോനാതിരിയുടെ പരദേവത തിരുമാന്താംകുന്ന് ഭഗവതിയായിരുന്നു. അങ്ങനെ കൗതുകകരമായ പല കാര്യങ്ങളും നമുക്ക് വള്ളുവനാടിൻ്റെ ചരിത്രം അന്വേഷിച്ച് തിരിഞ്ഞു നടന്നാൽ നമുക്ക് ലഭ്യമാകും. ചരിത്രമൊക്കെ വളച്ചൊടിച്ച് വിദ്വേഷം വിതച്ച് പുതിയ കാലത്തിൻ്റെ ചരിത്ര രചന എന്ന് പറയുന്നത് സാമൂഹിക വിഭജനത്തിൻ്റെ ഒക്കെ ഉപാധിയായി മാറുന്ന ഒരു കാലത്ത് നമ്മുടെ നാടിൻ്റെ, ഗ്രാമങ്ങളുടെ, നമ്മുടെ ചുറ്റുവട്ടത്തിൻ്റെ ഒക്കെ യഥാർത്ഥമായ ചരിത്രങ്ങളുടെ വായനകൾ, പുനർവായനകൾ, പുതിയ പരിപ്രേക്ഷ്യങ്ങൾ ഒക്കെ ഉണ്ടാവേണ്ടതുണ്ട്. മാധ്യമപ്രവർത്തകനും സാമൂഹ്യ ശാസ്ത്ര അധ്യാപകനുമായ പ്രിയപ്പെട്ട റിയാസ് മങ്കടയുടെ ഉദ്യമമാണ് വള്ളുവനാടിൻ്റെ ചരിത്ര വഴികളെക്കുറിച്ചുള്ള ഈ അന്വേഷണം. ഈ ഗ്രന്ഥത്തിന്, അതിൻ്റെ പ്രകാശനത്തിന് എല്ലാവിധ നന്മകളും നേരുന്നു. അതുപോലെ നമ്മുടെ റഷീദ് അലി സാഹിബിനും എല്ലാവർക്കും സന്തോഷം. അതുപോലെ നിങ്ങളെല്ലാവരോടും ഇൻട്രാക്ട് ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഞാൻ വിചാരിച്ചതിനേക്കാൾ എത്രയോ മേലെയാണ് നമ്മുടെ കുട്ടികളുടെ തോട്ട് പ്രോസസ്സ് എന്ന് ഞാൻ വിചാരിക്കുന്നത്. അതിനുള്ള എല്ലാ അവസരവും ഒരുക്കിയ റിയാസിന് പ്രത്യേകം നന്ദി അറിയിക്കട്ടെ. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞ ആ വാക്ക് ഞാൻ പാലിക്കും. റിയാസുമായി കോഓപ്പറേറ്റ് ചെയ്തിട്ട് മക്കളുടെ മാത്രം, വളരെ ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ള കുട്ടികളെ മാത്രം ഒരു മീറ്റിംഗ് നമ്മൾ അറേഞ്ച് ചെയ്യും. നമുക്ക് ഒരുമിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഒരു 3 മാസം കൂടുമ്പോൾ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാം. ഓരോ വ്യക്തികൾക്കും പ്രത്യേകം കഴിവുകളാണ്. പഠനത്തിലാണെങ്കിലും മറ്റു പല മേഖലകളിലും ഓരോരുത്തരിലും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ റിയാസ് മാഷ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഉറ്റ സുഹൃത്താണ്. നമ്മൾ ഞങ്ങളൊരു പരിപാടിയിലും റിയാസ് ഇല്ലാത്ത ഒരു പരിപാടി ഞങ്ങളുടെ ഫാമിലിയിലും ഇല്ല, നമ്മളെ നാട്ടിലും വളരെ ചുരുക്കം. പ്രത്യേകം പറയാനുള്ളത്, ഇന്നെ ഇവിടെ ക്ഷണിച്ചിട്ടുള്ളത് കലാകായിക മേഖലകളിലെ സംബന്ധിക്കുന്ന കാര്യങ്ങളുമായിട്ട് സംസാരിക്കുക എന്നതാണ്. 5 പേരെടുത്താൽ അതിൽ ഒരാളായി വരാവുന്ന ആളാണ്
പ്രസംഗത്തിന് ശേഷം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഖാദർ സാഹിബിനോട് ചോദിക്കാം. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് എൻ്റെ പ്രിയ സഹോദരനും സ്നേഹിതനുമായ റിയാസ് ഇത്ര മനോഹരമായി തയ്യാറാക്കിയ വള്ളുവനാടിൻ്റെ ചരിത്രങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ച റിയാസിനെ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ്. ചരിത്രത്തോട് എങ്ങനെയാണ് നിങ്ങളും ഞാനുമൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നത്? ചരിത്രം പഠിച്ചിട്ട് എന്താ കാര്യം, ചരിത്ര പുസ്തകങ്ങൾ വായിച്ചിട്ട് എന്ത് പ്രയോജനം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുള്ളൊരു കാലഘട്ടമാണ്. KN ഖാദർ സാഹിബിൻ്റെ കരങ്ങളാൽ ഏതാനും നിമിഷങ്ങൾക്കകം പ്രകാശനം ചെയ്യപ്പെടാൻ പോകുന്ന വള്ളുവനാടിൻ്റെ ചരിത്രത്തെയും സംസ്കാരത്തെയും കലകളെയും യഥാവിധി അടയാളപ്പെടുത്തി നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകനും സോഷ്യൽ സയൻസ് മങ്കട സബ് ജില്ലാ കമ്മിറ്റി കൺവീനറും അതുപോലെ പത്രപ്രവർത്തകനും എല്ലാമായ റിയാസ് മങ്കടയാണ്. റിയാസ് മങ്കടയുടെ പ്രൊഫൈൽ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇത്തരമൊരു പുസ്തകം എഴുതാൻ എന്തുകൊണ്ടും അർഹനാണ് അദ്ദേഹം എന്ന് കണ്ടെത്താൻ സാധിക്കും. അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ സയൻസിലും ഹിസ്റ്ററിയിലും പോസ്റ്റ് ഗ്രാജുവേഷനുണ്ട്, BEdും MEdും ഉണ്ട്. പിന്നെ അത്യധ്വാനം ചെയ്യുവാനുള്ള ഒരു മനസ്സുണ്ട്. അത് കഠിനമായി ഈ രേഖകളും അതുപോലെ സോഴ്സുകളുമൊക്കെ കണ്ടെത്തി സംഘടിപ്പിക്കാനുള്ള ആഗ്രഹവും അഭിലാഷവുമുണ്ട്. അതോടൊപ്പം വിദ്യാർത്ഥികൾക്കും സഹപ്രവർത്തകർക്കും ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകനും ആണ് അദ്ദേഹം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.